സത്യം പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് സ്ട്രൈക്കിന് പോകുമ്പം പേഷ്യൻസിന് അത് നല്ല രീതിക്ക് എഫക്റ്റീവ് ഇല്ല. അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ ഇത് ഉണ്ടാക്കുന്നത്. പേഷ്യൻസിന് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഉണ്ടാവരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ സമരം ചെയ്യാതിരുന്നത്. ഇപ്പം മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാരുടെ ജോലി സമയം അത് കൃത്യമായിട്ട് നിർവഹിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഒ പിയിലൊക്കെ എത്തുന്ന രോഗികളുടെ എണ്ണവും ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ പലപ്പോഴും ഒ പി വൈകുന്നേരം 5 മണി 6 മണി വരെയൊക്കെ നീളുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രാവിലെ തുടങ്ങി വീട്ടിൽ പോയി കഴിഞ്ഞാലും ആശുപത്രിയിലെ വിവിധ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഫോൺ വിളികളും, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം ഇത് ഇൻ്റർനെറ്റിൻ്റെ സമയമല്ലേ, മീറ്റിങ്ങുകൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ റൗണ്ട് ദ ക്ലോക്ക് എൻഗേജ്ഡ് ആണ്. അപ്പോൾ ഈ ഒരു വർക്ക് ലോഡിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ സ്ഥലം മാറ്റങ്ങൾ മൂലം മാൻ പവർ കുറയുന്നത് കൊണ്ടുള്ള ഒരു ജോലിഭാരം കൂടെ വരുമ്പോഴത്തേക്കും ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. നാളെ പേഷ്യൻസിന് ഗുണമുണ്ടാവണമെങ്കിൽ ഇന്ന് ഈ ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയും മികച്ച ഡോക്ടർമാർ ഈ മേഖലയിലേക്ക് കടന്നു വരികയും വേണം. അപ്പോൾ അതില്ലാത്തൊരവസ്ഥയിൽ ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ പ്രൈവറ്റ് മേഖല പിടിമുറുക്കുകയും രോഗികൾ അവിടെ പോയിട്ട് പിന്നെ കടക്കാരായി മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും.